എല്ലാവർക്കും നമസ്തേ. ഞാൻ സുനിത ആസ്ട്രോളജറാണ്. ഇന്ന് കർക്കിടകം രാശിയിലെ രണ്ടേകാൽ നക്ഷത്രക്കാരുടെ പുണർദത്തിന്റെ കാൽഭാഗം പൂയവും മൈല്യവും ചേർന്ന രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ചിങ്ങമാസ ഫലമാണ് പറയാനായിട്ട് പോകുന്നത്. ഈ ഒരു സമയം വളരെ കോൺഫിഡൻസോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന സമയം തന്നെയാണ്. സാമ്പത്തികമായ സുരക്ഷ, കുടുംബ ബന്ധങ്ങൾ, വിദേശ ബന്ധങ്ങൾ, ആരോഗ്യം, ഇതിലൊക്കെ പുരോഗതി ഉണ്ടാകുന്ന സമയം തന്നെയാണ്. പക്ഷെ ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യാനെന്നുള്ളതാണ്. തീരുമാനങ്ങൾ പക്വതയും പാകതയും ഉണ്ടാവും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ കഴിയും. പുതിയ ബിസിനസ് ആരംഭിക്കാനും നല്ല വിവാഹാലോചനകളൊക്കെ വന്നു ചേരാനും സാധ്യതയുള്ള സമയം തന്നെയാണ്. ആത്മീയ കാര്യങ്ങളിലൊക്കെയുള്ള അറിവ് നേടുന്നതിനൊക്കെ താല്പര്യം വർദ്ധിക്കും. ജീവിതത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. പ്രാർത്ഥന, ധ്യാനം, ആത്മീയമായ പഠനം, ഇതിലൊക്കെ കൂടുതൽ താല്പര്യം ഉണ്ടാവും. ഇതിലൂടെ മനസ്സമാധാനം ഉണ്ടാവും എന്നുള്ളതാണ്. വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് തൊഴിൽപരമായ മാറ്റങ്ങളും പുതിയ ഉത്തരവാദിത്തങ്ങളും ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. വിദേശത്ത് ജോലി അന്വേഷിക്കുന്ന വ്യക്തികൾക്കും ഈ ഒരു സമയം വളരെ അനുകൂലം തന്നെയാണ്. ദൂരദേശ യാത്രകൾക്കോ ദൂരയാത്രകൾക്കോ ഒക്കെ സാധ്യതയുണ്ടെന്ന് പറയും. ട്രാൻസ്ഫറിനൊക്കെയുള്ള സാധ്യത ഈ സമയത്തുണ്ട്. ടീച്ചേഴ്സിന്, കൗൺസിലേഴ്സ്, മെഡിക്കൽ പ്രൊഫഷണൽസ്, ഇവർക്കൊക്കെ തന്നെയും പ്രൊഫഷണലി വളരെ ഗ്രോ ചെയ്യാൻ കഴിയുന്ന സമയം തന്നെയാണ്. വീട് പണി ആരംഭിക്കാനും പൂർത്തിയാക്കാനും പുതുക്കി പണിയാനും അവസരം ഉണ്ടാവുന്ന സമയമാണ്. സ്വത്ത് വാങ്ങാനും വിൽക്കാനും അനുകൂലമായ സാഹചര്യം ഉണ്ടാവും എന്ന് പറയാൻ പറ്റും. കുടുംബ സ്വത്ത് സംബന്ധമായ കാര്യങ്ങളിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ സൗമ്യമായി പരിഹരിക്കാനായിട്ട്, ശാന്തമായി പരിഹരിക്കാൻ ശ്രദ്ധിക്കുക. നാൽക്കാലികളുടെ ബിസിനസ് ഒക്കെ ചെയ്യുന്ന വ്യക്തികൾക്കൊക്കെ അനുകൂലമാണെങ്കിൽ നിക്ഷേപങ്ങളിൽ നിന്നോ ലാഭം ഉദ്ദേശിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നോ ഒക്കെ നഷ്ടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്ന് പറയേണ്ടി വരും എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾക്ക് ഏറെ അനുകൂലമാണ് ഈ ഒരു സമയത്ത്. വിദേശത്ത് പഠനത്തോടൊപ്പം ജോലിക്കൊക്കെ ശ്രമിക്കുന്ന വ്യക്തികൾക്ക് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. കുറച്ച് ദൂരത്ത് പോയി ജോലി ചെയ്യേണ്ടി വരും. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ജോലി ലഭിക്കാനുള്ള സാധ്യതയും ഈ ഒരു സമയത്ത് ഉണ്ട് എന്ന് പറയാം. പുതിയ കോഴ്സുകൾ, വിദേശ പഠനം, പ്രൊഫഷണൽ കോഴ്സുകൾ, ഇതിനൊക്കെ അനുകൂലമായ സമയം തന്നെയാണ്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വ്യക്തികൾക്ക് സ്ഥിരമായ പരിശ്രമവും ലക്ഷ്യബോധവും ആവശ്യമാണെന്ന് പറയേണ്ടി വരും. സ്വന്തം കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിന്, ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുന്നതിന് സാധിക്കുന്നതിനോടൊപ്പം തന്നെ സാമ്പത്തികമായി മുന്നേറാനും പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താനുമുള്ള ശക്തമായ ഒരു ആഗ്രഹം നമുക്കുണ്ടായിരിക്കും. ജോലി തിരക്ക്, യാത്രകൾ, വിദേശവാസം, വാഹനം, വീട്, ചികിത്സ, ബിസിനസ്, ഇതൊക്കെ കാരണം ചിലവ് വർദ്ധിക്കാനും സാധ്യതയുള്ളത്. കൃത്യമായ സാമ്പത്തികമായിട്ടുള്ള ഫൈനാൻഷ്യൽ പ്ലാനിങ് ഈ സമയത്ത് ആവശ്യമാണ് എന്നുള്ളതാണ്. അപ്രതീക്ഷിതമായ ചിലവുകൾക്കായി ചിലവുകൾ ഉണ്ടാവാം. സാമ്പത്തിക കരുതൽ ആവശ്യമാണ്. പ്രധാന തീരുമാനങ്ങൾ എപ്പോഴും ഈ ഒരു സമയത്ത് തീരുമാനങ്ങൾ വളരെ ചിന്തിച്ചിട്ട് മാത്രം വിലയിരുത്തേണ്ടതാണ്. പണം, സ്വത്ത്, ഉത്തരവാദിത്തങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാമെങ്കിലും മുതിർന്നവരുടെ അഭിപ്രായങ്ങൾ മാനിച്ചും സ്വന്തം സാഹചര്യങ്ങൾ പരിഗണിച്ചും വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കുക. കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു വലുതാക്കാതിരിക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പറയാൻ കാരണം? രണ്ടാമത്തെ രാശിയിൽ സൂര്യനും രണ്ടാമത്തെ രാശി ഖേതുവാണ് സഞ്ചരിക്കുന്നത്. രണ്ടാം ഭാവം കുടുംബഭാവം അല്ലേ. അതിന് പറയും ധനേസ്യ വനസ്യ ഭാഗ്യാധികസ്യാൽ എന്ന് പറഞ്ഞ ഒരു പ്രമാണ ശ്ലോകമുണ്ട് ചമത്കാര ചിന്താമണിയിൽ. അതില് പറയുന്നുണ്ട് രണ്ടാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ കുടുംബത്തിനകത്തൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷെ ഇവിടെ അതിനൊരു ഡീവിയേഷൻ എന്താന്ന് വെച്ചാൽ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ ബലവാനാണ്. പക്ഷെ അവിടെ ഖേതു കൂടെ നിൽക്കുന്നതുകൊണ്ടും കുടുംബത്തിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. സ്പൗസുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചെറിയ വിഷയങ്ങൾ പോലും വലിയ പ്രശ്നങ്ങളാക്കാതിരിക്കുക എന്നുള്ളതാണ്. സ്പൗസിന്റെ വാക്കുകൾ പൂർണ്ണമായി നമ്മൾ കേട്ടതിന് ശേഷം മറുപടി പറയുക. സ്പൗസുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കുക എന്നുള്ളതാണ്. പിന്നെ സ്പൗസിന്റെ ആരോഗ്യപരമായ കാര്യങ്ങളിലും മാനസികാവസ്ഥയിലും ഒക്കെ പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. ജോലിയുമായി ബന്ധപ്പെട്ട സമ്മർദ്ദങ്ങൾ ഉണ്ടെങ്കിൽ പരസ്പരം പിന്തുണ നൽകുക എന്നുള്ളതാണ്. ദമ്പതികൾ പരസ്പരം പിന്തുണ കൊടുക്കുക. ദാമ്പത്യത്തിൽ പരസ്പര വിശ്വാസം നിലനിർത്തുന്നത് വളരെ പ്രധാനമാണ് ഈ സമയത്ത്. ബന്ധങ്ങളിൽ പ്രശ്നമുണ്ടെങ്കിൽ മൂന്നാമതൊരാളുടെ ഇടപെടൽ ഉണ്ടാകരുത് എന്നുള്ളതാണ്. എങ്കിൽ കുളമായി കിട്ടും. അതുകൊണ്ട് ഈ സമയത്ത് വളരെ ശ്രദ്ധിച്ച് എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ, ഒരു മാസത്തെ കാര്യമേ ഉണ്ടാവുള്ളൂ. തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ അതങ്ങ് ഒരു മാസം കഴിയുമ്പോൾ അതങ്ങ് സ്വാഭാവികമായിട്ട് അതങ്ങ് മാറിപ്പോക്കോളും എന്നുള്ളതാണ്. പരസ്പരം സംസാരിച്ച് പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക. വിവാഹം ആലോചിക്കുന്ന വ്യക്തികൾക്ക് പുതിയ ആലോചനകളൊക്കെ ഉണ്ടാവാം. വിവാഹത്തിന് സമയം വളരെ അനുകൂലം തന്നെയാണ്. ആരോഗ്യകാര്യത്തിൽ ഈ മാസം പ്രത്യേക ശ്രദ്ധ വേണം. ഉറക്കക്കുറവ്, ക്ഷീണം, മാനസികമായ സമ്മർദ്ദം എന്നിവ അനുഭവപ്പെട്ടേക്കാം. ജോലി തിരക്കിനിടയിലും യാത്രകൾക്കിടയിലും വിശ്രമവും ഉറക്കവും ഒഴിവാക്കരുത്. കണ്ണിന്റെ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് കണ്ണിന്റെ ആരോഗ്യമൊക്കെ പറയാൻ കാരണം? 2, 12 ഭാവങ്ങളിലൊക്കെ പാവഗ്രഹങ്ങളാ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് കണ്ണിന്റെ ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണം. കാൽപാദങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതാണ്. മീനം രാശിയിലും പാവഗ്രഹമാണ്. 12ാമത്തെ രാശിയിലും പാവഗ്രഹം സഞ്ചരിക്കുന്നുണ്ട്. 2ാം ഭാവത്തിലും ഒക്കെ പാവഗ്രഹം സഞ്ചരിക്കുന്നുണ്ട്. അതുകൊണ്ട്
കണ്ണിന്റെ ആരോഗ്യം, കാൽപാദങ്ങളുടെ ആരോഗ്യമൊക്കെ, ഉദരം വയറിന്റെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതാണ്. സംസാരത്തിൽ കർശന നിയന്ത്രണം പാലിക്കേണ്ടതാണ്. അതായത് സംസാരത്തിൽ കർശന നിയന്ത്രണം പാലിക്കേണ്ടതാണെന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ദേഷ്യം വരും. ദേഷ്യം വന്ന് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് നമ്മൾ ക്വിക്കായിട്ട് റെസ്പോൺസ് കൊടുക്കരുത് എന്ന് പറയുന്ന വാക്കുകൾ പിന്നീട് പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ആലോചിച്ച് മാത്രം സംസാരിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ തീരുമാനങ്ങൾ നമ്മൾ എടുക്കുമ്പോഴും വളരെ പെട്ടെന്ന് ക്വിക്കായിട്ട് ഒരു ഡിസിഷൻ എടുക്കരുത് എന്നുള്ളതാണ്. ആലോചിച്ചിട്ട് മാത്രം എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെയാണ് കർക്കിടകം രാശിയിലെ 2 നക്ഷത്രക്കാരുടെ ചിങ്ങമാസ ഫലം. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കാണാം. ബൈ.